നമ്മുടെ ഈ ബിസിനസ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കാറുണ്ട് അല്ലേ? പല കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കും. അത് ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ആകാം, അതൊരു സ്ട്രാറ്റജി ആകാം, അത് നമ്മളുടെ എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കോ മാർക്കറ്റിംഗ് ടൂളോ ആകാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഇതൊരു നദിയാണ് എന്നിരിക്കട്ടെ. ഓക്കെ, ഈ നദിക്ക് ഇപ്പുറം നിൽക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇതാണ് നമ്മൾ ഈ നദിയുടെ ഇപ്പുറത്ത് നിൽക്കുക. ഇപ്പുറത്താണ് നമുക്ക് വേണ്ട എല്ലാ ലക്ഷ്യങ്ങളും കിടക്കുന്നത്. ഇവിടെയാണ്. അത് ചിലപ്പോൾ നമ്മളുടെ ഇൻകം ആയിരിക്കാം, അത് ചിലപ്പോൾ നമ്മളുടെ ബിസിനസ് ആയിരിക്കാം, റവന്യൂ ആയിരിക്കാം, നമ്മുടെ ഒരു സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളായിരിക്കാം, വിഷസ് ആയിരിക്കാം. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ രണ്ട് തരം ആളുകളുണ്ട്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഈ കരയിൽ നിന്ന് ഇപ്പുറത്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള പാലം, ബ്രിഡ്ജ്, ഇത് അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഇവരെപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത് മുഴുവൻ അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവർക്ക് വേണ്ട ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം അന്വേഷിച്ച് നടക്കുക. പക്ഷേ ഇവർ ഈ യാത്ര തുടങ്ങി വെച്ചു. ഇവർ പല 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 പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പൂർത്തീകരിച്ചിട്ടില്ല. പലതും തുടങ്ങി വെച്ചു, പക്ഷേ മിക്കതും പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർ അർഹിക്കുന്ന അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവർ ഒരു പാലം അന്വേഷിച്ച് നടക്കുകയാണ് ടു സക്സസ്. ഇന്നിവിടെ വന്നിരിക്കുന്നതും ഈ പാലം അന്വേഷിച്ച, ഓക്കെ, എനിക്ക് എൻ്റെ ബിസിനസ്സിനെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു സാധനം ഇന്ന് കിട്ടും, അല്ലെങ്കിൽ ഒരു കാര്യം ഇന്ന് പഠിക്കാൻ പറ്റും. ഇവർ ഓരോ ട്രെയിനിങ്ങിന് പോകുന്നതും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ഓരോ ആളുകളെ കാണുമ്പോഴൊക്കെ ഇവരുടെ പ്രതീക്ഷ എന്താണ്? ഒരു പുതിയ സ്റ്റാഫിനെ എടുത്താൽ, ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ, ഒരു പുതിയ ബ്രാഞ്ച് ഇട്ടാൽ അവരുടെ പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ്. ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഇങ്ങനെയല്ല. ഈ ലോകത്ത് ഇന്ന് വരെ ദൈവം, ഈ പ്രകൃതി ആർക്കും അങ്ങനെ ഒരു പാലം പണിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ഈ പാലം പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? കട്ടകൾ വേണം, അല്ലേ? ബ്രിക്സ്. ഇതുപോലെ ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ, അത് ചിലപ്പോൾ സെയിൽസ് ആയിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ടീമിനെ എടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ പ്രീമിയം സെല്ലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി സെല്ല് ചെയ്യുന്നതായിരിക്കാം, നമ്മളുടെ റവന്യൂ കൂട്ടുന്നതായിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കാം, പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കാം, പുതിയ മാർക്കറ്റ് ആയിരിക്കാം, എക്സ്പാൻഷൻ ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം. ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ചെയ്ത് അതായത് ഓരോ കട്ടകൾ പെറുക്കി വെച്ച് അവസാനം ഇവർ നോക്കുമ്പോൾ അവിടെ ഒരു പാലം പണി കഴിഞ്ഞിരിക്കുന്നു. പലരുടെയും പ്രശ്നം എന്താണ്? ഇവരിങ്ങനെ കട്ടകൾ പെറുക്കി വെക്കും, കുറെ കട്ട പെറുക്കി വെക്കും, ഇവിടെ വരെ ചെയ്യും, ഇവിടെ വരെ ചെയ്തിട്ട് ഇത് നടക്കുന്നില്ല. എന്നാൽ പിന്നെ അപ്പുറത്തെ മറ്റേ ബിസിനസ്സുകാരൻ അന്ന് അവിടെ ചെന്നപ്പോൾ, ആ നെറ്റ്വർക്കിങ്ങിന് ചെന്നപ്പോൾ അയാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ചെയ്യുന്നത്. എന്നാൽ ഞാനും അത് ചെയ്തേക്കാം, അവിടെയും പോയി കുറെ കട്ട പെറുക്കി വെക്കും. അത് കഴിഞ്ഞ് പുതിയൊരു ബ്രാഞ്ച് ഇട്ടേക്കാം, അവിടെയും പോയി കുറെ പുതിയ കട്ട പെറുക്കി വെക്കും. ഇങ്ങനെ പണി തീരാത്ത കുറെ പാലങ്ങളുമായിട്ട് നടക്കുകയാണ് ഒരുപാട് പേര്. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ പാലം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പുറത്തെത്തുമ്പോഴത്തേന് ഇത് ഭയങ്കര സക്സസ് ആണ്, ഭയങ്കര റീച്ചാണ് ഇതിന്. ഇപ്പുറത്ത് അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്. കണ്ടില്ലേ അവൻ്റെ സക്സസ്? യെസ്. പക്ഷേ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ഓരോ ചെറിയ 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 കട്ടകൾ പെറുക്കി വെച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ആ കണ്ട പാലം. ഇന്ന് ഈ കാണുന്ന സ്റ്റേജും ഇന്ന് ഈ കാണുന്ന ബ്രാൻഡും ഇന്ന് ഈ കാണുന്ന സെറ്റപ്പും ഒക്കെ ഉണ്ടായത് ഓരോ ദിവസങ്ങളിൽ കഴിഞ്ഞ 9 വർഷത്തിൽ ചെറിയ 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 കട്ടകൾ പെറുക്കി വെച്ചതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സക്സസ്. ഒരു പ്രശ്നമുണ്ട്. ഈ 9 വർഷമേ
ഈ കട്ട പെറുക്കി വെച്ച സമയത്ത് കൈയടിക്കാൻ ആരും ഇല്ലായിരുന്നു. അതൊട്ടും ഗ്ലാമറസ് അല്ലായിരുന്നു. അതൊട്ടും അപ്രിസിയേഷൻ കിട്ടുന്നതോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടുന്നതോ ഒന്നുമുള്ള കാര്യമല്ല ഈ കട്ട പെറുക്കി വെക്കുക എന്നുള്ളത്. പക്ഷേ ഈ കട്ടകൾ പെറുക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒരു അവസാനമുണ്ട്. ആ അവസാനത്തിലുണ്ടാകുന്ന ആ പാലത്തിനപ്പുറത്താണ് നമ്മളുടെ റിയൽ സക്സസ് ഇരിക്കുന്നത്. ആർ യു വിത്ത് മീ? സോ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ സ്പെസിഫിക് ആക്ഷനുകൾ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സ്മോൾ സ്പെസിഫിക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ്. എന്താണ്? സ്മോൾ സ്പെസിഫിക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ ബ്രിക്ക് ഒരിക്കലും ഇംപ്രസീവ് അല്ല. ബ്രിക്ക് ഈസ് നെവർ ഇംപ്രസീവ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ നമുക്കെപ്പോഴും മടിയായിരിക്കും. മനസ്സിലാവുന്നോ? അത് ചെയ്യാൻ എപ്പോഴും നമുക്ക് മടിയായിരിക്കും. ഇതിന് കയ്യടി കിട്ടാറില്ല. ഇതിനെ ആരും പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കാറുമില്ല. സോ ഇന്ന് ഇവിടെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ കുറേ കട്ടകൾ ഇവിടെ ഈ സ്റ്റേജിലേക്ക് എടുത്തിടും. ആ കട്ടകളുടെ പേരാണ് കോണ്ടന്റ്. എന്താണ്? കോണ്ടന്റ്. ഞാൻ കുറേ കോണ്ടന്റ് ഇന്ന് തരും. ഈ കോണ്ടന്റുകളെല്ലാം ഓരോ കട്ടകളാണ്. നിങ്ങളുടെ പാലം പണിയാനുള്ള നിങ്ങൾക്കാവശ്യമായ കട്ടകൾ. ചിലർക്ക് ആ കട്ട അതുപോലെ എടുത്തു വെച്ച് ഇവിടെ പണിഞ്ഞു ഓൾറെഡി നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയായിരിക്കും. ഇനി ബാക്കി പണിഞ്ഞാൽ മതി. ഈ കിടക്കുന്ന ഇന്ന് ഇവിടെ ഇറക്കി വെക്കുന്ന ഈ കട്ടകൾക്കകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട അത്രയും കട്ടകൾ എടുത്തുകൊള്ളുക. എടുത്ത് നിങ്ങളുടെ പാലം പണിയാൻ കണ്ടിന്യൂ ചെയ്യുക. ഇന്ന് ഇവിടുന്ന് ആർക്കും പൂർണ്ണമായ ഒരു പാലം, ഒരു സൊല്യൂഷനും ഞാൻ തരില്ല. ഇന്ന് വരെ ഈ 9 വർഷത്തിൽ ഞാൻ പഠിപ്പിക്കുന്നു, ഒരാൾക്ക് പോലും ഇന്ന് വരെ ഒരു പാലവും ഞാൻ പണിഞ്ഞു കൊടുത്തിട്ടില്ല. കട്ടകൾ ഇറക്കി കൊടുക്കും. അത് ആവശ്യത്തിൽ ഇപ്പം നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷനിലുള്ള ആരൊക്കെയുള്ള കൺസ്ട്രക്ഷൻ, യെസ്, നമുക്കറിയാം നമ്മളെങ്ങനെയാ. ഇപ്പം ഇവിടെ നമുക്കൊരു ഗ്യാപ്പുണ്ട്. ഇങ്ങനെ കട്ട കെട്ടി പോകുന്നു. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അല്ലേ? അപ്പം ചില സ്ഥലത്ത് വരുമ്പോൾ ചെറിയ കട്ടയായിരിക്കും നമുക്ക് വേണ്ടി. അപ്പം നമ്മൾ എന്തെടുക്കും? വലിയൊരു കട്ടയെടുത്ത് ഇതിനെ പൊട്ടിച്ച് അതായിരിക്കും എടുത്ത് ഇവിടെ ഫില്ല് ചെയ്ത് ഇതായിരിക്കും എടുത്ത് എന്ന് പറയുന്ന പോലെ ചില സാധനങ്ങൾ റീഷേപ്പ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ തരുന്ന കട്ടയുടെ പേര് കോണ്ടന്റ്. എന്താണ്? ആ കട്ടയുടെ പേരാണ് കോണ്ടന്റ്. നിങ്ങൾ അതെടുത്ത് വെക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ്. സോ ഇത് പല ഷേപ്പിൽ ഇവിടെ ഇറക്കിയിടും. ആവശ്യമുള്ളവർ ആവശ്യമുള്ളത് എടുക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഇന്ന് തന്നേക്കാം. ഒന്നുമില്ല. എല്ലാ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഇവിടെ ഇറക്കി വെക്കും. ആവശ്യമുള്ളവർ ആവശ്യമുള്ള കട്ടയെടുത്ത് ഓരോ ദിവസങ്ങളിലായി നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുപോയി നടപ്പാക്കിയാൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് എത്തുമ്പോൾ ഒരു പാലം കിട്ടും. സോ ഡോണ്ട് ലുക്ക് ഫോർ എ ബ്രിഡ്ജ്. ഡോണ്ട് ലുക്ക് ആൻഡ് ഡോണ്ട് സെർച്ച് ഫോർ എ ബ്രിഡ്ജ്. ഒരു പാലം അന്വേഷിച്ച് നടക്കുന്ന മണ്ടനാവരുത് നമ്മൾ. അങ്ങനൊരു പാലം ഇല്ല. ഒരു സ്റ്റാഫിനെ കിട്ടിയ എൻ്റെ പ്രശ്നം തീർന്നേനെ സാറേ. ഒരു ഇൻവെസ്റ്ററെ കിട്ടിയ എൻ്റെ പ്രശ്നം തീർന്നേനെ സാറേ. ഒരു ബ്രാഞ്ച് ഒന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തീർന്നേനെ. ആ ഒരു കട ഒന്ന് തീർന്നായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ക്ലിക്കായിരുന്നെങ്കിൽ, എൻ്റെ മാർക്കറ്റിംഗ് ഒന്ന് സെറ്റായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ച് കാശ് കിട്ടിയായിരുന്നെങ്കിൽ, നല്ലൊരു ഇൻവെസ്റ്ററെ കിട്ടിയായിരുന്നെങ്കിൽ, ആ ലോൺ ഒന്ന് പാസ്സായിരുന്നെങ്കിൽ ഞാനങ്ങ് പൊളിച്ചേനെ. അങ്ങനെ സിംഗിളായിട്ടുള്ള ഒരു സൊല്യൂഷനും ഈ ലോകത്ത് ഇല്ല. ആർ യു വിത്ത് മീ? ചെറിയ 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 സൊല്യൂഷൻസ് ചേർത്ത് വെച്ച് നമുക്ക് വേണ്ട പാലം നമ്മൾ പണിഞ്ഞോണം.